ഒരിക്കൽ ക്യാമ്പിനുവും കടന്ന് ബെർണാബ്യൂവും മെട്രോപൊളിറ്റാനയും ഒക്കെ നോക്കി നിന്ന് പോയൊരു കൊളിത്തോയനുണ്ടായിരുന്നു അങ്ങ് ബാർസലോണയിൽ. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച മധ്യനിരക്കാരിൽ ഒരുവൻ. വർണ്ണനകൾക്കും എത്രയോ അപ്പുറത്ത് തൻ്റെ സ്ഥാനവും മഹത്വവും കൊണ്ടെത്തിച്ച ഒരു കളിത്തോയൻ. ഞാൻ പറഞ്ഞു വരുന്നത് ആന്ത്രസ് ഇനിയസ്റ്റയെ കുറിച്ചിട്ടാണ്. ബാർസലോണ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു താരമാണ് ആന്ത്രസ് ഇനിയസ്റ്റ എന്ന് പറയുന്നത്. അവരുടെ ഒരു ജീവൻ എന്ന് പറയുന്നത് അന്ന് ആ മധ്യനിരയായിരുന്നു. ഇനിയസ്റ്റ കൊണ്ടു നടന്നിരുന്ന മധ്യനിര ഒരിക്കലും ബാർസ ആരാധകർ മറന്നു കാണില്ല. പിന്നീട് ഇനിയസ്റ്റ പതിയെ ആ ഒരു മധ്യനിരയിൽ നിന്നും കളം ഒഴിഞ്ഞു പോവാനായിട്ട് ആരംഭിക്കുന്നു. അന്ന് മുതൽ ബാർസയുടെ എല്ലാവിധ എഞ്ചിനും തകരാറായ പോലെയാണ് ആരാധകർക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ആ ഒരു എഞ്ചിൻ, ആ ഒരു മധ്യനിര ഒരിക്കലും നേരാക്കാനായിട്ട് ബാർസലോണക്ക് സാധിച്ചിരുന്നില്ല. ഒരു കാലഘട്ടം ബാർസയുടെ ആരാധകർ പോലും അവരെ തെറി വിളിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. എന്നാൽ ഇന്ന് ആ മധ്യനിരയിലേക്ക് പുതിയൊരു അവകാശി വന്നിട്ടുണ്ട്. ക്യാമ്പ് നൗവിൻ്റെ ചൂടും തണുപ്പും നിയന്ത്രിക്കാൻ കഴിയുന്ന പെഡ്രി എന്ന മായാജാലക്കാരൻ. ഇന്ന് ബാർസയുടെ അത്താണി ആരാണെന്ന് ചോദിച്ചാൽ പെഡ്രി എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റും. കാരണം യമാലിൻ്റെ അടുത്തും റാഫീനിയയുടെ അടുത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിയുണ്ട്. അവരുടെ കാലിൽ നിന്നും നെയ്തെടുക്കുന്ന കിക്കുകളും അതല്ലെങ്കിൽ ഡ്രിബിളിങ്ങുകളും അസിസ്റ്റുകളുമായിരിക്കും ഓരോ മത്സരത്തിൻ്റെയും വിധി എഴുതുന്നത്. എന്നാൽ പെഡ്രി ഓരോ മത്സരത്തിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കളിശൈലി ഒരിക്കലും ബാർസ ആരാധകൻ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏതൊരു മത്സരത്തിലേക്ക് വന്നാലും UCL-ലാവട്ടെ ലാലിഗയിലാവട്ടെ ഏതൊരു മത്സരത്തിലേക്ക് വന്നാലും ബാർസലോണയുടെ ആ ഒരു ചിരട് വലിക്കുന്നത് മധ്യനിരയിലെ എഞ്ചിനായി മാറിയ പെഡ്രി എന്ന് പറയുന്ന ഈ 22-കാരനാണ്. ഫ്ലിക്കിൻ്റെ ആയുധപ്പുരയിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് പെഡ്രി. ബാർസയുടെ മുന്നേറ്റ നിരയും ഡിഫൻസ് നിരയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് ഓരോ മത്സരങ്ങളും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മധ്യനിരയിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പെഡ്രി എവിടെയാണെന്ന് വെച്ചാൽ മധ്യനിരയും മുന്നേറ്റ നിരയും ഡിഫൻസ് നിരയും അദ്ദേഹത്തിൻ്റെ പൊസിഷനായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലിക്കിൻ്റെ ആയുധപ്പുരയിലെ മൂർച്ചയേറിയ ആയുധമാണ് ഇന്ന് പെഡ്രിയും ഡിജോങ്ങും. ഞാൻ തീർച്ചയായിട്ടും പെഡ്രി എടുത്തു പറയുമ്പോൾ ഡിജോങ്ങിനെ മറക്കാനായിട്ട് പറ്റൂല. കാരണം ഈ ഡിജോങ്ങും പെഡ്രി എന്ന് പറയുന്ന ആ ഒരു കോംബോ ഇന്ന് ലാലിഗയിലെ ഏറ്റവും മികച്ച മധ്യനിരയിൽ ഒന്നാണ് എന്ന് പറയേണ്ടി വരും. ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ കളി മുന്നോട്ട് വെക്കുന്ന ഒരു കളിത്തോയനാണ് പെഡ്രി. പെഡ്രി ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് തോന്നും ഏത് പൊസിഷനാണ് ബായ് നിങ്ങളെന്ന്. കാരണം ചിലപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനേറ്റൊക്കെയുള്ള കളിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പെഡ്രി ചില സമയത്ത് അത്ലറ്റിക്കോയുടെ ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ ബാർസയുടെ ബോക്സിലുണ്ടാവും. ഗോൾ കീപ്പർക്കും ഡിഫൻസിനും സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള കളികൾ പുറത്തെടുക്കാറുണ്ട്. കഴിഞ്ഞ UCL-ൻ്റെ റൗണ്ട് ഓഫ് 16 തന്നെ നമ്മൾ കണ്ടതാണ് ബെൻഫിക്കയായിട്ടുള്ള സെക്കൻഡ് ലെഗ് മത്സരം. അതായത് ബെൻഫിക്കയുടെ ഒരു താരം പന്തുമായിട്ട് അവരുടെ ഹാഫിൽ നിന്നും പന്തുമായിട്ട് മുന്നേറുന്നു, പിന്തുടരുന്ന പെഡ്രിയാണ്. അത് കിട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ബാർസയുടെ ബോക്സ് വരെ ആ പന്തിനെ പിന്തുടർന്ന് ആ പന്തെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ശൈലി നമ്മൾ കണ്ടു. അതൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരു കളിക്കാരൻ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് തരത്തിലേക്ക് ഒരു മിഡ്ഫീൽഡർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു 22-ാം വയസ്സിൽ തന്നെ. എല്ലാ സ്ഥലത്തും പെഡ്രി എത്തുന്നുണ്ട്. മൈതാനത്തിൻ്റെ എല്ലാ മൂലക്കിലും പെഡ്രി എന്ന് പറയുന്ന ആ നമ്പർ, ആ ജേഴ്സി നമ്പർ ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പഴയ ഇനിയസ്റ്റയെ തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പെയിനും ബാർസലോണയും ഇന്ന് അദ്ദേഹം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പെയിനിലായാലും ബാർസയിലായാലും മധ്യനിരയിൽ പെഡ്രിയുടെ അഭാവം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരു ടീമുകൾക്കും ഒരു ചെറിയൊരു പിഴവ് പറ്റാറുണ്ട് പല രീതിയിലും. ഇന്ന് എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എ പ്ലെയർ, അബ്സല്യൂട്ട്ലി മജീഷ്യൻ എന്ന് പറയേണ്ടി വരും. ടോപ്പ് ക്ലാസ് പ്ലെയറാണ് പെഡ്രി.